ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്ന വർക്ക് ടൊയോട്ടയുടെ ഹൈ റൈഡർ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ഹൈ റൈഡർ അല്ല, ഹൈ ക്രോസ്. അപ്പോൾ നമുക്കറിയാം ഹൈ ക്രോസ് എന്ന് പറഞ്ഞവരെ ഏറ്റവും പുതിയൊരു മോഡൽ ഇറക്കിയിട്ടുള്ളതാണ്. ഇന്നോവ ക്രിസ്റ്റയ്ക്ക് ശേഷം ഇറക്കിയിട്ടുള്ളൊരു മോഡലാണ് ഹൈ ക്രോസ്. അതിൻ്റെ ഒരു 7ാമത്തെ 8ാമത്തെ വണ്ടിയാണെന്ന് തോന്നുന്നു നമ്മളോട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം, വണ്ടി വന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും മെയിനായിട്ട് കുറേ വർക്കുകളിൽ കമ്പനി തന്നെ ചെയ്ത വർക്കുകളുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നൊരു വർക്ക്, മെയിനായിട്ടുള്ളൊരു വർക്ക് സീറ്റ് കവറാണ്. സീറ്റ് കവർ നമ്മൾ ചെയ്യുന്നത് ഇന്നോവ ക്രിസ്റ്റയിൽ വരുന്ന പോലത്തെ ഒരു ടാൻ കളറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഒരു ടാൻ കളറിലുള്ളൊരു സീറ്റ് കവർ നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. സീറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ വരുന്നൊരു ആംറസ്റ്റിൻ്റെ കളറും നമ്മൾ ബ്ലാക്ക് മാറ്റി ടാൻ കളർ ആക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കവറും നമ്മൾ ടാൻ കളർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് സീറ്റിൻ്റെ വർക്കൗട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്രിസ്റ്റയിൽ വരുന്ന ഒരു ടാൻ കളർ കമ്പനി വരുന്ന അത് സെയിം കളർ വെച്ചിട്ട് തന്നെയാണ്, കമ്പനി ഡിസൈനിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. വേറെ ഡയമണ്ട് കട്ടോ അല്ലെങ്കിൽ റൂൾ മോഡൽ ഒന്നും ചെയ്യുന്നില്ല, കമ്പനി കട്ടിങ്ങിൽ വെച്ചിട്ട്. അതേപോലെ പിന്നെ ചെയ്യുന്നൊരു ഐറ്റാണ് ഇതിൽ 70 മാറ്റ് ബ്ലാക്കിൽ ഡയമണ്ട് കട്ട് 70 മാറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഹൈ ക്രോസിൽ നമ്മൾ ഇതിനു മുന്നേ പല വണ്ടികളിലും പല മാറ്റുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു 5D മാറ്റൊക്കെ നമ്മൾ പല വണ്ടിയിലും ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ 70 മാറ്റ് ചെയ്യുന്നത്. 70 മാറ്റ് നമ്മൾ ബ്ലാക്ക് കളറിലുള്ള 70 മാറ്റ്, ബ്ലാക്കിൽ വൈറ്റ് നൂല് വെച്ചിട്ട് ഡയമണ്ട് കട്ടായിട്ടുള്ളൊരു 70 മാറ്റാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും വണ്ടിക്ക് നല്ലൊരു ആവശ്യമുള്ളൊരു മാറ്റ് തന്നെയാണ് 70 മാറ്റ്. അപ്പോൾ ഇതിൽ ഫുള്ള് വിനൽ മാറ്റ് വിരിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഹൈ ക്രോസ് എന്ന് പറഞ്ഞ വണ്ടിയിൽ ഒന്നുകിൽ 5D മാറ്റ് അല്ലെങ്കിൽ 70 മാറ്റ്. കറക്റ്റ് പക്ക ഫിനിഷിങ്ങിൽ തന്നെ ശരിക്കും നമുക്ക് ഇടാൻ പറ്റും. നമ്മുടെ സീറ്റിൻ്റെ വർക്ക് അവിടെ ഏറെക്കുറെ ഫുള്ള് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിലെ സീറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ബാക്കിലെ സീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിയറിങ്ങും നമ്മൾ ടാൻ കളർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്ന ആംറസ്റ്റ് നമ്മൾ ടാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് ഏതാണ്ട് കഴിഞ്ഞു. ഇപ്പോൾ സീറ്റെല്ലാം വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആംറസ്റ്റ്, ഇത് ഫ്രണ്ടിലെ ആംറസ്റ്റിൻ്റെ പീസ് അവിടുന്ന് ഊരിയെടുത്തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അത് ഈ മെറ്റീരിയൽ ടാൻ കളർ മെറ്റീരിയൽ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പീസ് അവിടുന്ന് ഊരിയെടുത്തു. അപ്പോൾ നമ്മുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. ഇനി ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇന്നോവ ഹൈ ക്രോസ് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. നമ്മൾ മറ്റുള്ള വണ്ടിയിലൊക്കെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലെ DRലൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട് കേട്ടോ ഇതിൽ. ഇതിൽ പക്ഷെ നമ്മൾ നോക്കിയാൽ ഫ്രണ്ടിലെ മറ്റേ സീറ്റ് കവർ 70 മാറ്റ്, അതേപോലെ തന്നെ ആംറസ്റ്റ്, പിന്നെ സ്റ്റിയറിംഗ് കവർ, ഇത്രയും വർക്ക് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, സ്റ്റിയറിംഗ് കവർ നമ്മൾ ടാൻ കളർ കൊടുത്തു. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഈ ആംറസ്റ്റ് കമ്പനി വരുന്ന ആംറസ്റ്റ് നമ്മൾ ടാൻ കളർ കൊടുത്തു. പിന്നെ സീറ്റ് ഫുള്ള് ടാൻ കളർ, ടാനും ബാക്ക് ഭാഗം ബ്ലാക്കും. അപ്പോൾ ഇത്രയും ഈ 3 വർക്ക് മെയിനായിട്ട്, 3 അല്ല 4 വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് കവർ, ആംറസ്റ്റ്, സ്റ്റിയറിംഗ് കവർ, അതേപോലെ തന്നെ 70 മാറ്റ്, ഇത്തരം വർക്ക് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതും കമ്പനി കട്ടിങ് അനുസരിച്ചുള്ള രീതിയിലാണ് നമ്മൾ സീറ്റ് ചെയ്തിരിക്കുന്നത്. പല വണ്ടിയിലും നമ്മൾ ഡയമണ്ട് കട്ട് അല്ലെങ്കിൽ റൂൾ മോഡൽ അങ്ങനെയുള്ള സീറ്റുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടുള്ള സീറ്റ് കവർ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ള കമ്പനി വരുന്ന അതേ കട്ടിങ്ങിൽ തന്നെ അതേ കട്ടിങ് തന്നെയാണ് നമ്മൾ ഇതിൽ സീറ്റിൻ്റെ കേസിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ സ്റ്റിയറിംഗ് കവറും നമ്മൾ നല്ല അതേ സീറ്റിൻ്റെ അതേ മെറ്റീരിയൽ വെച്ചിട്ടുള്ള സ്റ്റിയറിംഗ് കവറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് ഏതാണ്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാ വണ്ടികൾക്കും നമ്മൾ സ്റ്റിയറിംഗ് കവറും അതേപോലെ തന്നെ നമ്മൾ ഈ ഡോർ പാഡും അതേപോലെ തന്നെ നമ്മൾ ആംറസ്റ്റ് നമ്മൾ സെയിം മെറ്റീരിയൽ വെച്ച് സീറ്റിൻ്റെ മെറ്റീരിയൽ വെച്ച് ചെയ്യാറുണ്ട്. ഇതിൽ പക്ഷേ നമ്മൾ ഡോർ പാഡ് ചെയ്തിട്ടില്ല. ഇതിൽ നമ്മൾ സീറ്റ് കവറും മാറ്റും അതേപോലെ തന്നെ സ്റ്റിയറിങ്ങും ആംറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.